ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആണല്ലേ, കമ്പൽസറി അസർക്കടിപ്പേ. അപ്പോൾ സാറ്റർഡേ ഒക്കെ ആയിട്ട് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റിൻ്റെ പാഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേസ് മോട്ടോ ഉണ്ട് ഇവിടെ അടുത്ത് കോർമംഗലയിൽ. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉച്ചയ്ക്കാണ്. അപ്പോൾ പിന്നെ ലേറ്റായി മൊത്തത്തിൽ. അപ്പോൾ ഒരുത്തന്നെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ റെഡിയായി നിൽക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവനാണെങ്കിൽ മറ്റേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൂട്ടുകാരനിൽ ഒരുത്തനാണ്. Z+ കാറ്റഗറി വള്ളിയാണ് അവൻ. അപ്പോൾ ഇപ്പോൾ പോയി അവനെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ 5 മിനിറ്റിൽ റെഡിയാവാൻ വന്നു എന്നാണ് അവൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് നൈസായി ഇറങ്ങുമ്പോഴേക്കും അവൻ റെഡിയായി നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവിടെ പോയാൽ അവൻ എന്തായാലും വള്ളിയാക്കും, സ്വാഭാവികമാണത്. പോയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടി, സ്ലോ 400. പക്ഷെ ഇവൻ സ്പീഡാണ്. കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് മൊത്തം പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. സോറി, അങ്ങനെ ഞാൻ അവൻ്റെ ഇവിടെ എത്തി അവനെ പിക്ക് ചെയ്യാൻ. അവൻ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. കുറേ നേരമായി. ഇതേ ഇറങ്ങി വരുന്നു. അവനാണ് ഞാൻ പറഞ്ഞ Z+ കാറ്റഗറി വള്ളി. ആ എല്ലാ വള്ളിയും ഉണ്ടല്ലോ. ഈ പോകാൻ നമ്മളൊരു കൂട്ടുകാരാണ്, ഒരു ഒറ്റപ്പെട്ടി കൂട്ടുകാരാണ്. സിഗ്നൽ വീണാൽ പിന്നെ ഒരു യുദ്ധം. അടുത്ത സിഗ്നൽ കഴിയുമ്പോൾ നമ്മൾ ആ സിഗ്നൽ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു തിരക്ക് കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഇത് ബാംഗ്ലൂർ കണ്ടില്ല, കാണിച്ചു തരാം. ഇങ്ങനെ വല്ലതും കണ്ട അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് പറയാം. തമ്പി കീഴേ ഇറങ്ങപ്പാ പ്ലീസ്. നമ്മളെടുക്കാൻ വന്ന ഹെൽമെറ്റിൻ്റെ പാഡിങ് ഇവിടെ ഇല്ല. അത് ഇന്ത്യയിൽ നിർത്തിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാനാണെങ്കിൽ എടുത്തും പോയി, ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും എടുത്ത് ഇൻ്റർകോം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ നേരെ JC റോഡ് പോവുകയാണ്. സോ ഇൻ്റർകോം എടുക്കാനായി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എത്രയുടെ ഇൻ്റർകോം? 35,000. അങ്ങനെ ഹെൽമെറ്റിൽ ഇൻ്റർകോം സെറ്റ് ചെയ്ത് നമ്മളെ പുറത്ത് വന്ന് ഓട്ടോ നിർത്തി. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. തവണ മഴ നേരത്തെ എത്തും. പാലക്കാട് ബാംഗ്ലൂർ മഴ കുറച്ച് മോശമാണ്. പക്ഷേ 2 hours later. ഇത്രയും പേരോട് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കണമൊക്കെ അതാണ് അവൻ. കട്ടേ ചുറ്റൂര് കട്ട അവിടെ ക്യാപ്റ്റൻ അല്ല, ഇവനല്ല കേട്ടോ, ഞാനാണ് ഇപ്പോൾ ക്യാപ്റ്റൻ. സോറി. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അഭാവം ഇല്ല അവിടെ ക്യാപ്റ്റൻ്റെ. ഇതാണ് നമ്മൾ കളിക്കാൻ വന്നിരിക്കുന്ന ടർഫ്. ഇതിവിടെ BTM തന്നെ ഉള്ളതാണ്. ഇവിടെ ഗാലറി ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പിള്ളേരൊക്കെ ദേ അവിടെ ഇരിക്കുന്നുണ്ട്.
പാപ്പം പട്ടിയാണ് ക്യാപ്റ്റൻ രഗിൽ. ഇത് ഓപ്പണിംഗ് ബാറ്റ് പിടിക്ക വേണ്ടി കൈ. തമ്പി ബൗളിങ്ങോ ഫീൽഡിങ്ങോ? ബാറ്റിംഗ്. അവനെ കാണുമ്പോൾ കളിക്കാൻ വന്ന പോലെ അങ്ങനെ 16 റണ്ണുമായി നമ്മുടെ ബാംഗ്ലൂർ ബ്രദേഴ്സ് ടീം വളരെ ദയനീയമായ അവസ്ഥയിലാണ്. രഗിൽ വളരെ നന്നായി ബാറ്റ് ചെയ്യുന്നു. ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ബ്രിനിത്ത് ഔട്ട് ആയതുകൊണ്ടാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഞാനാണ്. ടീം സ്കോർ എത്ര? 16. അതിൽ 14 റണ്ണാണ്. കരിയറിലെ ആദ്യത്തെ 14. അത് പാവം അയാൾ കരിയറിലെ ഫസ്റ്റ് മറ്റേ അടി കൊണ്ടില്ലേ ഫസ്റ്റ് ബോൾ. ടീമിന്റെ എല്ലാ പ്രതീക്ഷയും രഗില് സ്വന്തം തോളിലേറ്റിക്കൊണ്ട് ക്യാപ്റ്റൻ രഗിൽ. ഇതൊക്കെ കണ്ടതിൽ അടിക്കുന്ന ഷോട്ടുകളാണ്. ஃபர்ஸ்ட் இந்த ஆளு ஓப்பனிங் இறக்கி விட்டா இறங்க சொல்ல தெரியாம சொல்லிட்டேன்டா விக்கெட்ட விட்டுறாத ஜீனு. விக்கெட்ட மட்டும் தான்டா விடல வர எல்லா பாலும். പക്ഷെ ദീപക് കുറെ നേരം എന്നെ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് എനിക്ക് പറഞ്ഞാൽ മതി. ടീമിന്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ 14 റണ്ണടിച്ച ദീപക് രണ്ടാമത്തെ ഓവറിൽ 4 ബോൾ ചന്തിക്കാൻ തുടങ്ങി. അത് അബി ബാറ്റ് ശ്രീരാനായി കൈമാറിയിരിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് ശ്രീരാന് ബാറ്റ് കൊടുത്തത് അറിയാനുണ്ട്. 4 വേണ്ടി ചോര എന്തിനാ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ടീമിന് വേണ്ടി, അതും ടൂർണമെന്റ് പോലെയല്ല. மணி രാവിലെ ഇതിൽ വേറെ എന്താ കാര്യം അറിയോ? എല്ലാവരും ഇങ്ങനെ സ്ലൈഡിങ് ഇങ്ങനെയല്ല പോവാ. ഇവന് ഉരുണ്ടിരിക്കുക. വലിയ റെയിനാ. ആ ഫുട്ബോളില്ല, അത് ഉരുണ്ട് പോണ പോലെ ഇങ്ങനെ പോയിരിക്കുക. എന്നിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞു. സംഭവം കളിക്കാൻ വന്നതാ. 2 കളി ഫസ്റ്റ് ബോൾ ഔട്ട്. രഗിലും ഫസ്റ്റ് ബോൾ ഔട്ട്. ഞാൻ മാത്രം മാച്ച് ഫിനിഷ് ചെയ്തില്ല. ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ലടാ. 2 കളി ഇറങ്ങി അലമ്പ്. ഇതിൽ വേറെ കാര്യം അറിയോ? ഇതെവിടെ വരുത്തുന്ന ഒരു ഓവറെ ബോൾ ചെയ്തിട്ടുള്ളൂ. കളിയിൽ എന്നും വേണം 3 ബോൾ എറിഞ്ഞുള്ളൂ. കളി ജയിച്ചു. ഓപ്പോസിറ്റ് ടീം ജയിച്ചു, നമ്മളല്ല കേട്ടോ. ഓപ്പോസിറ്റ് ടീം ജയിച്ചു. மணி ഷോട്രാ കിട്ടിട്ടാ അവൻ്റെ. കളിക്കാൻ വന്നാലും ഇതാ ഫുൾ കലിപ്പന്മാർ. 2 കലിപ്പന്മാർ കണ്ടോ? ഒരു കലിപ്പൻ ദീപക്, കലിപ്പൻ. ആ ഫേസ് കണ്ടായിരുന്നൂടെ? ആ ഫേസ് എക്സ്പ്രഷൻ കണ്ട കലിപ്പാണ്. അടുത്തത് പിന്നെ കോഴി. കുറച്ച് കോഴി തന്നെ കണ്ട. ആ ഒരു ഇതുണ്ട ബ്ലഷിങ് ഒന്നും കണ്ട. ഇതാ എനിക്ക് പോയി കണ്ട. സൊള്ളു 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 സൊള്ളു. ഇല്ല, പോയിട്ട് വന്നു. ആൾക്ക് മാത്രം കിട്ടണ്ടല്ലേ. കരിയറിലെ 75ാമത്തെ ഇഞ്ചുറിയുമായി ക്യാപ്റ്റൻ ദീപക്. ഇത്രയൊക്കെയുള്ള നമ്മുടെ വീക്കിൻ്റെ പരിപാടി. നമ്മളിതോടെ സൈൻ ഓഫ്.